ഇതാണ് ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഗറില്ല 450. ഇതിൽ ഹിമാലയന്റെ സെയിം എഞ്ചിൻ, സെയിം ഗിയർ ബോക്സ്, സെയിം സ്ലിപ്പർ ക്ലച്ച്, അതുപോലെ തന്നെ സെയിം ഹെഡ് ലാമ്പ്, സെയിം ടേൺ ഇൻഡിക്കേറ്റർ, സെയിം മീറ്റർ കൺസോൾ, അതുപോലെ തന്നെ സെയിം ബ്രേക്കിംഗ് സെറ്റപ്പ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പുതിയ 17-inch അലോയ് വീൽസ്, അതുപോലെ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ, സ്മോളർ ഫ്യൂൽ ടാങ്ക്, ലോ സീറ്റ് ഹൈറ്റ് ആൻഡ് സിംഗിൾ പീസ് സീറ്റ്, വൈഡർ ചങ്കിയർ ടയർസ്. അപ്പോൾ ഗൈസ്, അത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ഗറില്ല 450 പറ്റിയുള്ള നമ്മുടെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രാംബ്ലർ ആണെന്ന് ചോദിച്ചാൽ അതല്ല, റോഡ്സ്റ്റർ ആണെന്ന് ചോദിച്ചാൽ അവിടെ വരെ എത്തിയിട്ടില്ല. ഇനി ഹിമാലയനുമായിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വ്യത്യാസമുണ്ട് താൻ. സോ എന്താണ് ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഗറില്ല 450? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി മലയാളം യൂട്യൂബ് ചാനൽ സമയം ഒട്ടും കളയാണ്. ഹിമാലയനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് എസ്തെറ്റിക് ചേഞ്ച് അല്ലാണ്ട് ടെക്നിക്കലായിട്ടും ഈ ഒരു വാഹനത്തിന് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഫസ്റ്റ് സംഭവിക്കുന്നത് ടയേഴ്സിൽ അല്ലെങ്കിൽ വീൽസിലാണ്. ഫ്രണ്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 17-inch അലോയ് വീൽസ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് 21-inch ഓൺ ഹിമാലയൻ. ബാക്കിൽ നമുക്ക് 17-inch തന്നെയാണ്. അതിൽ വൈഡർ ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വൈഡർ എന്ന് പറയുമ്പോൾ സെഗ്മെന്റിലെന്നല്ല, ഈ ഒരു സിംഗിൾ സിലിണ്ടർ ഇന്ത്യൻ മാനുഫാക്ചർഡ് മോട്ടോർ സൈക്കിൾസ് ഒന്നും തന്നെ കാണാത്തത്ര വലിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 120, ബാക്കിൽ 160. പക്ഷേ കാണാനുള്ള ആ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. ഗ്രിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബിലോ അവറേജ് ടയറാണ്. CH-ന്റെ ടയറാണ് ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നതും. നമുക്ക് ബ്രേക്കിംഗ് ടൈമിലാണ് ആ ഒരു ലാഗ് ഓഫ് ഗ്രിപ്പ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. കാരണം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഹിമാലയനെക്കാളും കുറച്ചും കൂടെ നമുക്ക് പുഷ് ചെയ്ത് ഓടിക്കാൻ, പ്രത്യേകിച്ച് റോഡിൽ പുഷ് ചെയ്ത് ഓടിക്കാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്തേക്ക് അതിനനുസരിച്ചുള്ള ഒരു ഗ്രിപ്പിംഗ് ഈ ഒരു വാഹനത്തിൻ്റെ ടയേഴ്സിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ കാര്യം. അതിപ്പോൾ നിങ്ങൾ ഹാർഡ് ബ്രേക്കിംഗ് ടൈം ആയിക്കോട്ടെ, കോർണറിംഗ് ടൈം ആയിക്കോട്ടെ, കോർണർ എടുക്കുമ്പോഴൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് യൂ ടേൺസ് എടുക്കുമ്പോഴൊക്കെ തന്നെ ഈ ടയറിൻ്റെ വീതി ഒരു സഹായകമാകുന്നുണ്ടെങ്കിൽ തന്നെ ഗ്രിപ്പ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഇച്ചിരി അഗ്രസീവായിട്ടാണ് നിങ്ങൾ കോർണർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടയർ അത്ര കോൺഫിഡൻസ് നമുക്ക് തരില്ല. പക്ഷേ നമ്മൾ നോർമൽ സിറ്റി യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈവേ ടൂറിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രിപ്സ് നമുക്ക് ഓക്കെ എന്ന് തന്നെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയ്ക്ക് ഈ ഒരു വാഹനത്തെ പുഷ് ചെയ്യുന്ന സന്ദർഭങ്ങളല്ല ഈ സിറ്റി റൈഡിങ് അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ക്രൂസിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. പിന്നീട് ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ടയർസ് വോൺ ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ സെറ്റ് ഓഫ് ടയർസ് അന്വേഷിച്ച് പോകുന്ന സമയത്തേക്കാണ്. കാരണം അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ടയർ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഈ ഒരു 160 അല്ലെങ്കിൽ 120 എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഹയർ ക്ലാസ് മോട്ടോർ സൈക്കിൾസിൽ വരുന്ന ടയർ പ്രൊഫൈലാണ്. അപ്പം ആ ഒരു വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടയർസും ആയിരിക്കും വരുന്നതും. സോ അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു വാഹനത്തിൽ അത്രയും വില കൊടുത്ത് ഇടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഈ ക്ലാസ്സിൽ വരുന്ന വാഹനങ്ങൾ കിടക്കുന്ന പോലെയുള്ള 110 സെക്ഷൻ ഫ്രണ്ടും 150 സെക്ഷനും വേണമെന്നുണ്ടെങ്കിൽ ഇതിലിടാം. ഈ റിം ഈസി ആയിട്ട് അത് സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ടയറിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വെരി ബിഗ് താങ്ക്സ് ടു സെന്റ് മേരീസ് റോയൽ എൻഫീൽഡ് തിരുവല്ല. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂനായിട്ട് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ഗറില്ല 450യുടെ ടെസ്റ്റ് റൈഡിനോ ബുക്കിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ വാഹനം നേരിട്ട് കാണാമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്തിട്ട് നേരെ തിരുവല്ല ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ചെയ്യാം. ഹിമാലയയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് റോയൽ എൻഫീൽഡ് കൊടുക്കുന്നത്. അതായത് ഇതിൽ വന്നിരിക്കുന്ന ഒരു 43 mm ഷോവയുടെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഡയമീറ്റർ വൈസ് ഏറ്റവും വലുത് തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്കൊരു USD ഫോർക്ക് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി റോയൽ എൻഫീൽഡ് കയ്യിൽ ആ ഒരു ഷോവയുടെ കിഡിലൻ ഫ്രണ്ട് സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കൊടുക്കാമായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ റേക്ക് ആൻഡ് ട്രെയിൽ ആംഗിൾസിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീൽ സൈസിൽ വന്നിരിക്കുന്ന വ്യത്യാസം കൂടെ ചേർന്നിട്ട് വാഹനത്തിൻ്റെ ഓവറോൾ റൈഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഹിമാലയനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതായത് റോഡിൽ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വാഹനം കുറച്ചും കൂടെ ഒരു സ്ട്രീറ്റ് ബൈക്ക് ഫീൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കുറച്ചും കൂടെ ലൈറ്റർ ഫീല് തരാനായിട്ട് ഈ ഒരു സെറ്റപ്പിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് കമ്പയറിംഗ് ടു ഹിമാലയൻ. വളരെ ലോ സീറ്റ് ഹൈറ്റ് ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ളവർക്ക് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ്. വെറും 780 mm മാത്രമാണ് ഈ ഒരു ഗറില്ല 450യുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 185 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റും വരുന്നത്. ഏകദേശം ഹിമാലയനേക്കാളും ഒരു 10 കിലോഗ്രാമോളം കുറവാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വെയിറ്റ്. പക്ഷേ എന്നാലും ഇതൊരു ഹെവി മോട്ടോർ സൈക്കിൾ തന്നെയാണ്. പക്ഷേ ഹിമാലയൻ്റെ അത്രയും ഹെവിനെസ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല, എസ്പെഷ്യലി സ്റ്റാൻഡിൽ നിന്ന് മാറ്റി ഇത് നേരെയാക്കുന്ന സമയത്തേക്ക്. കാരണം ഹിമാലയൻ്റെ ആ ഒരു സ്റ്റാൻഡിൻ്റെ ആംഗിൾ കുറേ കൂടെ ചരിവ് നമുക്ക് ഫീൽ ചെയ്യും. സോ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് ഇടണം. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റാൻഡിന് മാറ്റാനും സ്റ്റാൻഡിലിട്ടിട്ട് ഇറങ്ങാനും ഒക്കെ തന്നെ സാധിക്കും. മാത്രമല്ല വളരെ ലോ സീറ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ഇതിൽ ഫ്ലാറ്റ് ഫുട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇച്ചിരി ചരിഞ്ഞാലും എടുത്താലും ഒക്കെ തന്നെ നിങ്ങൾക്ക് വാഹനം അങ്ങനെ വലിയ രീതിക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല. ഈ ഒരു സീറ്റ് ഹൈറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് അവർ സബ് ഫ്രെയിമിൽ ചെറിയ ട്വിക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടാങ്ക് സൈസിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 17 ലിറ്ററിൽ നിന്നും 11 ലിറ്ററിലേക്ക് കുറച്ചിരിക്കുകയാണ് ടാങ്ക് സൈസ്. സെയിം മെറ്റൽ ടാങ്ക് ഒക്കെ തന്നെയാണ്. സെയിം ടാങ്ക് അല്ല, മെറ്റൽ ടാങ്ക് തന്നെയാണ്.
ആണ്. ഡിസൈനിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹിമാലയൻ റിസംബ്ലൻസും ഉണ്ട്. എന്നാൽ അതേ ടാങ്ക് ആണെന്ന് വെച്ചാൽ ആ ടാങ്കും അല്ല. ടാങ്കിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നൈസാണ്. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് നോക്കുന്ന സമയത്താണെങ്കിലും പുറത്തുനിന്ന് നോക്കുന്ന സമയത്താണെങ്കിലും നൈസ് ടാങ്കാണ്. ടാങ്ക് ക്വാളിറ്റി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സ്റ്റഡി ബിൽഡ് ഫീൽ ചെയ്യുന്ന ഒരു ഫുള്ളി മെറ്റൽ ടാങ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് പോലെയുള്ള ആക്സസറീസും ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ടോപ്പിൽ. സോ നമുക്ക് വലിയ മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സും എഫേർട്ട്ലെസ് ആയിട്ട് ഇതിൽ മൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഫ് സെറ്റ് ആയിട്ടാണ് ഇതിന്റെ ആ ഒരു ഫ്യൂൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സ്ക്രാംബ്ലർ ഫീൽ തരുന്നുണ്ടെങ്കിലും ഇതൊരു കംപ്ലീറ്റ് സ്ക്രാംബ്ലർ അല്ല, റോഡ്സ്റ്റർ എന്നാണ് വീണ്ടും റോയൽ എൻഫീൽഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡ് പാക്ക് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. വൈഡ് ഹാൻഡിൽ ബാർസ് ഉണ്ട്, നമ്മുടെ അടുത്തേക്ക് റീച്ച് ചെയ്തിരിക്കുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് പാക്ക് പൊസിഷൻ നോക്കിയാൽ തന്നെ സെൻറ്റർ സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒട്ടും പുറകിലേക്കോ മുന്നിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടിയിൽ ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാലുകൊണ്ട് ഗ്രിപ്പ് ചെയ്ത് പിടിച്ചിരിക്കാനും സാധിക്കും. സോ അത്യാവശ്യം നല്ലപോലെ ടോർക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിലുള്ള ഗ്രിപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് തൈസ് കൊണ്ട് വാഹനം ഗ്രിപ്പ് ചെയ്ത് പിടിക്കാം. ഫുൾ ത്രോട്ടിൽ നിങ്ങൾക്ക് കൊടുക്കാം, നോ ഇഷ്യൂസ്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ടൂറിംഗ് ടൈമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഹാർഡ് ആക്സിലേറ്റിംഗ് ടൈമിൽ നിങ്ങൾ ബാക്കിലേക്ക് ഇച്ചിരി ഇറങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൻ്റെ സപ്പോർട്ട് കൂടെ ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യും. ഒരു സിംഗിൾ പീസ് സീറ്റാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പില്ലിയണ ഇതിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുത്താം. നിങ്ങളുടെ അമ്മയായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഇതിൻ്റെ ബാക്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചധികം ദൂരം തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു സീറ്റിനെ ഓവറോളായിട്ട് റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സസ്പെൻഷൻ്റെ കാര്യത്തിലും ഹിമാലയനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഷോവയുടെ ആ ഒരു സെയിം ലിങ്കേജ് ടൈപ്പ് മോണോ സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ സസ്പെൻഷൻ ട്രാവലിൽ ചേഞ്ച് വന്നു. അതുപോലെ തന്നെ സസ്പെൻഷൻ ടൂണിങ്ങിലൊക്കെ തന്നെ വ്യത്യാസം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യും. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹിമാലയൻ നല്ല പ്ലസ് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ്. കാരണം റോഡിലാണ് കൂടുതൽ ഈ ഒരു വാഹനം ഓടിക്കുന്നത്, ഹൈ സ്പീഡ്സിൽ ഓടിക്കുന്നു. സോ കുറച്ചും കൂടെ ആ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു ഫീഡ്ബാക്കിൽ എനിക്ക് ഫ്രണ്ട് സസ്പെൻഷനാണ് ബാക്ക് സസ്പെൻഷനേക്കാളും കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് തോന്നിയത്, കുറച്ചും കൂടെ അബ്സോർബിംഗ് ആയിട്ട് തോന്നിയത്. ബാക്ക് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇപ്പോൾ ഈ റോഡിൽ കാണുന്ന ചെറിയ കട്ടിങ്സിൽ പോലും നമ്മൾ അത്യാവശ്യം സ്പീഡ് വന്ന് കയറുമ്പോഴത്തേക്ക് ബാക്ക് സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു അഡിപ്പിങ്ങിനെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഫ്രണ്ട് സസ്പെൻഷൻ അത് നൈസായിട്ട് സോക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ആ ഒരു പുതിയ 43mm ടെലസ്കോപ്പിക് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്യൂൺ ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോവ യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഹൈ സ്പീഡ്സിൽ പോകുന്ന സമയത്താണെങ്കിൽ കൂടിയും ഈസി നിങ്ങൾക്ക് 130 ഒക്കെ തന്നെ ഈ വണ്ടിയിൽ ക്രൂസ് ചെയ്യാൻ സാധിക്കും. 130 തന്നെ നമുക്ക് പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്താണെങ്കിലും സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോൺഫിഡൻറ്റ് കാര്യത്തിലാണെങ്കിലും വലിയ ഒരു ചേഞ്ച് വരുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് ലോസ് വരുന്ന പോലെയുള്ള വോബിളോ കാര്യങ്ങളൊന്നും തന്നെ വാഹനത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ബട്ട് ചില സിറ്റുവേഷൻസിൽ 100+ സ്പീഡ്സിൽ പോകുന്ന സമയത്തേക്ക് നമുക്ക് ചിലയിടങ്ങളിൽ വണ്ടി ഒന്ന് ഒലയുന്ന പോലെ ഫീൽ ചെയ്യും. ബട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിക്കുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ കേസ് അത്യാവശ്യം ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. എസ്പെഷ്യലി റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം എന്ന് വേണം പറയാനായിട്ട്. 100 നമ്മൾ വന്നപ്പോഴാണ് ഇതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ പ്രശംസിച്ച് അതിനേക്കാളും കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളാണ് ഈ ഒരു ഗൊറില്ല 450 എന്ന് പറയുന്നത്. എസ്പെഷ്യലി അവർ പറയുന്ന പോലെ ഫുള്ളി മെറ്റൽ മെയ്ഡ് ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അത്ര ഹെവിയാണ്. ആ ഒരു ഹെവിനെസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹൈഡ് ഔട്ട് ചെയ്യാൻ റോയൽ എൻഫീൽഡിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ആ ഒരു റൈഡർക്ക് അതിൻ്റെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യിക്കാതിരിക്കാനായിട്ടും റോയൽ എൻഫീൽഡിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഹിമാലയനിൽ കാണുന്ന അതേ അപ്സെപ്റ്റ് എക്സോസ്റ്റ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അതിനൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സെയിം സ്വിംഗ് ആം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് 17-inch വീൽസ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഹിമാലയനിൽ നിന്നും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ടിൽ നമുക്ക് 320mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 270mm ഡിസ്ക് ബ്രേക്കും വന്നിരിക്കുന്നത്. അതിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് വൈബ്രേറ്റ് കാലിപ്പറുമാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്രേക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൈസാണ്. ബട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോപ്പിംഗ് ഫോഴ്സ് നമുക്ക് എത്തിക്കാനും വേണ്ടി ടയേഴ്സ് അത്രത്തോളം ഗ്രിപ്പിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു വാഹനം അത്രയും പുഷ് ചെയ്ത് ഓടിക്കുമ്പോഴത്തേക്ക് ബ്രേക്കിംഗ് അനുഭവം എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്ലസൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ഇല്ല. എന്നാലും ഈ പറയുന്ന പോലെ നമുക്ക് ഈസി 100+ സ്പീഡ്സിൽ പോകാൻ സാധിക്കുന്ന ഒരു 450cc മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന രീതിക്കുള്ള ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് തന്നെയാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്രിപ്പി ടയറും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ഒരു വാഹനത്തിൽ. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ബാക്ക് ABS നമുക്ക് സ്വിച്ചബിൾ അല്ല. ഹിമാലയനെ പോലെ നമുക്ക് ബാക്കിലത്തേത് ഓഫ് ആക്കാൻ സാധിക്കില്ല. ഫുൾ ടൈം ഇത് ഓൺ ആയിരിക്കും. ഹാർഡ് ബ്രേക്കിംഗ് ടൈമിൽ പ്രത്യേകിച്ച് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ABS കിക്കിങ്ങിനകത്ത് നമുക്ക് ഫീൽ ചെയ്യും. അത് ഫ്രണ്ടിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് ഹാർഡായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ABS കിക്കിങ്ങിനകത്തായിട്ട് ഫീൽ ചെയ്യും. അത് ആ ഒരു ടയറിൻ്റെ പ്രശ്നമാണ്. ആ ഒരു
ഒരു ബ്രേക്കിംഗ് യൂണിറ്റിൻ്റെ പ്രശ്നമേ അല്ല. അപ്പോൾ അതാണ് എനിക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. എന്തായാലും റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആ ഒരു ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓഫ് സൈഡ് മീറ്റർ കൺസോൾ ആണ് വരുന്നത്, ലൈക്ക് ഓൺ എ സ്ക്രാംബ്ലർ. ആ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 നമ്മൾ കണ്ട അതേ ആ ഒരു റൗണ്ട് LCD മീറ്റർ കൺസോളാണ്. 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഗൂഗിളുമായിട്ട് കോ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഫുൾ സൈസ് ഗൂഗിൾ മാപ്പ് സപ്പോർട്ടഡ് ആണ്. ഹിമാലയനെ പോലെ തന്നെ ഹിമാലയനിൽ വന്നിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മീറ്ററിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. എല്ലാ കാര്യങ്ങളും വെൽ വിസിബിൾ ആണ്. അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താനും അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്നിങ്ങനെ 2 മീറ്റർ മോഡുകളും ഇതിൽ വന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ കിട്ടാന്ന് വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ്, ഈ ഒരു വാഹനത്തിൽ നിന്നല്ല നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ സിംഗിൾ സിലിണ്ടർ ബൈക്കുകൾ കിട്ടാന്ന് വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിന്റെ ബേസ് വേരിയന്റിൽ നമുക്ക് Meteor 650 അതുപോലെയുള്ള വാഹനങ്ങൾ കാണുന്ന പോലെയുള്ള ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മിഡിൽ വേരിയന്റും ടോപ്പ് എൻഡ് വേരിയന്റിലുമാണ് നമുക്ക് ഒരു ഫുൾ ഡിജിറ്റൽ മീറ്റർ കൺസോൾ വരുന്നത്. 450cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOSC 4 വാൽവ് എഞ്ചിനാണ്. ഷെയർപ 450 സെയിം 40 PS പവറും 40 Nm ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഹിമാലയനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ട്യൂണിങ്ങിലൊക്കെ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കുറെ കൂടെ ടോർക്ക് നമുക്ക് ഇങ്ങനെ എടുത്ത് എറിഞ്ഞു തരുന്ന രീതിക്കുള്ള ഒരു പെർഫോമൻസ് ആണ് വരുന്നത്. ഹിമാലയനേക്കാളും കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് എനിക്ക് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിനും ഇതിന്റെ പവർ ഡെലിവറിയും ഫീൽ ചെയ്തു. എസ്പെഷ്യലി നമ്മൾ 4th ഗിയറിലെ പുള്ളെന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു 40-45 കിലോമീറ്റർ സ്പീഡിൽ നിന്നും ഈസി ആയിട്ട് 120+ കിലോമീറ്റർ സ്പീഡിലേക്ക് ഈസി ആയിട്ട് 120 കിലോമീറ്റർ സ്പീഡ്സിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഗിയറാണ്. 5th 6th നമുക്ക് അത്യാവശ്യം ഓവർ ഡ്രൈവ് ആയിട്ട് പോകുന്നത്. കാരണം 6th ഗിയറിൽ നിങ്ങൾക്ക് മിനിമം നിങ്ങളൊരു 80 km/h സ്പീഡെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എഞ്ചിൻ നോക്കിങ് ഇല്ലാണ്ട് ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ. ഗിയറിംഗ് ഒക്കെ എനിക്ക് കുറച്ച് ടോൾ സൈഡിലേക്കാണ് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഗിയർ കുറച്ച് ഷോർട്ടാണ്, ഫസ്റ്റും സെക്കൻഡും അത്യാവശ്യം ഷോർട്ടാണ്. സോ ഫസ്റ്റ് ഗിയറിൽ വണ്ടി സ്ലോ മൂവിംഗ് ട്രാഫിക്കിൽ ഓടിക്കുന്നതിനേക്കാളും എനിക്ക് സെക്കൻഡ് ഗിയറിൽ ഇത് ക്ലച്ച് ഫെദർ ചെയ്ത് ഓടിക്കുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരെണ്ണം. അല്ലാത്ത പക്ഷം നമുക്ക് ആ ലോവർ എൻഡിൽ ഒരു ചെറിയ ജെർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഫീൽ ചെയ്യും. റിഫൈൻമെന്റ് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 450cc എഞ്ചിനാണ്. ബട്ട് നമ്മൾ മറ്റ് 400cc എഞ്ചിൻസിന്റെ സ്ട്രേറ്റ് റൈവൽ ആയിട്ടുള്ള ട്രയംഫിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ അത്രയും റിഫൈൻമെന്റ് മീറ്റ് ചെയ്യാൻ റോയൽ എൻഫീൽഡിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ബട്ട് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പ്രത്യേകിച്ച് നമുക്ക് നിങ്ങൾ കറക്റ്റ് സ്പീഡിൽ കറക്റ്റ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി അതല്ല നിങ്ങൾ സ്പീഡിനനുസരിച്ചല്ല ഗിയർ മാറുന്നത്, നിങ്ങളൊരു ഹയർ ഗിയേഴ്സിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലോവർ സ്പീഡിൽ നിന്നും പെട്ടെന്ന് കൈ കൊടുത്തെടുക്കുന്ന സമയത്തേക്ക് നല്ല ഒരു ജെർക്ക് ഫീൽ ചെയ്യും. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നോർമൽ തരിപ്പും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ ഭാഗത്ത് നിന്ന് വരും. ഫുഡ് പാക്കിൽ വരും, ഹാൻഡ് ബാറിൽ വരും, ടാങ്ക് സൈഡിൽ വരും, സീറ്റിൽ വരും. ബട്ട് പഴയ പോലെയുള്ള ഒരു റോയൽ എൻഫീൽഡ് വൈബ്രേഷൻസ് എന്ന് നമുക്ക് എന്നെ വിളിക്കാൻ സാധിക്കില്ല. ചെറിയ രീതിക്കുള്ള തരിപ്പുകൾ മാത്രമാണ്. ഇത്രയും വലിയൊരു സിംഗിൾ സിലിണ്ടർ പിസ്റ്റൺ അത്രയും പവർ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലായിട്ടുണ്ടാകുന്ന വൈബ്രേഷൻസ് ആണ്. റോയൽ എൻഫീൽഡിനെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് എന്നാലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിക്ക് ചിലതൊക്കെ ഫീൽ ചെയ്യും. ബട്ട് അതൊരിക്കലും ഈ ഒരു വാഹനത്തിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസിനെ നമുക്ക് അനോയ് ചെയ്യുന്ന രീതിക്ക് അല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഹീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ആവും. പ്രത്യേകിച്ച് ട്രാഫിക്കിൽ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ അത്യാവശ്യം ഹീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് ചൂടടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. കൂടുതൽ ഈ ഒരു ഭാഗത്തേക്കാണ് തോന്നുന്നത്. ടാങ്കിലേക്കോ അല്ലെ സീറ്റിലേക്കൊന്നും തന്നെ അങ്ങനെ വലുതായിട്ട് ചൂട് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. റേഡിയേറ്റർ കറക്റ്റ് സമയത്ത് തന്നെ കിക്കിനാവും, പെട്ടെന്ന് തന്നെ തണുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അത്രയൊക്കെയാണ് ഈ ഒരു എഞ്ചിനെ പറ്റി പറയാനുള്ളത്. ഇനി മൈലേജിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ അപ് ടു 25 to 30 km/L ആണ് റോയൽ എൻഫീൽഡ് ക്ലെയിം ചെയ്യുന്നത്. സോ അതും ഈ ഒരു 11 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 330 കിലോമീറ്റർ ഒക്കെയാണ് ഇതിൻ്റെ ടാങ്ക് റേഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം. അതപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഒരു റോഡ് ഫോക്കസ്ഡ് മോട്ടോർ സൈക്കിളിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മൾ ലോങ് ടൂർസ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്യൂൽ സ്റ്റോപ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും ഫ്യൂലിൻ്റെ കാര്യത്തിൽ ഒരു കണ്ണ് വെക്കേണ്ടതാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്. അത് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. എഞ്ചിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. അത് വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല മൈലേജും ഇതിൻ്റെ ഭാഗത്തുനിന്ന് തരുന്നുണ്ട്. ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഹിമാലയൻ നമ്മൾ കണ്ട സെയിം 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. ഓരോ ഗിയർ ഷിഫ്റ്റും വളരെ സ്മൂത്ത് ആണ്, വളരെ ആക്യുറേറ്റ് ആണ്. നമുക്ക് നല്ല ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കോട് കൂടിയിട്ട് തന്നെയാണ് അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ്സ് ഒക്കെ തന്നെ നടക്കുന്നത്. പഴയ പോലെ ആ ഒരു ഹിമാലയൻ നമ്മുടെ പഴയ റോയൽ എൻഫീൽഡ് വാഹനങ്ങളെ പോലെ ഹിമാലയൻ്റെ ആണെങ്കിൽ തന്നെ ആ ഒരു ക്ലങ്കിനെസ്സോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. ഒരു മോഡേൺ എഞ്ചിൻ വിത്ത് എ മോഡേൺ ഗിയർ ബോക്സ് അതിനാണ് വളരെ സീംലെസ് ആയിട്ടുള്ള ഷിഫ്റ്റും എക്സ്പീരിയൻസും ആണ് അതിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നത്. ക്ലച്ച് ഫീല് സ്മൂത്ത് ആണ്, ബട്ട് അത്ര ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ ഒത്തിരി ടൈറ്റായിട്ടും ഫീൽ ചെയ്യില്ല. ഒരു മിഡിലിൽ നിൽക്കുന്ന രീതിക്കുള്ള ഒരു ക്ലച്ച് ഫീലാണ്. നമുക്ക് 2 വിരൽ കൊണ്ട് പിടിക്കാമെന്ന് ചോദിച്ചാൽ പിടിക്കാൻ പറ്റും. പക്ഷേ ട്രാഫിക്കിലൊക്കെ തന്നെ കുറച്ച് ടയറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു ലിവേഴ്സിൻ്റെ ഒക്കെ തന്നെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ ഹിമാലയൻ ഓൾറെഡി കണ്ടതാണ്, ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. കാരണം കറക്റ്റ് പൊസിഷനിലാണ് ഇതിൻ്റെ ആ ഒരു കർവും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് പിടിക്കാനായിട്ട് വളരെ കോൺഫിഡൻറ്റും കംഫർട്ടബിളും ആണ്. പിന്നീട് ആ ഓവറോൾ ഫുൾ ഫീല് ഒരു
ഇന്റർമീഡിയറ്റ് രീതിക്കാണ് നിൽക്കുന്നത്. ഒരുപാട് സോഫ്റ്റ് അല്ല, എന്നാൽ ഒത്തിരി ഹാർഡും അല്ല. ഇതെല്ലാം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഹിമാലയനായിട്ട് സെയിം ആണ്. നമുക്ക് ആ ഒരു സെയിം LED ഹെഡ് ലാമ്പ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, സെയിം ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, സെയിം ടെയിൽ ലാമ്പിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് വരുന്ന അതേ സാധനം തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്വിച്ച് ഗിയേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലിവേഴ്സ് ഒക്കെ തന്നെയും ഹിമാലയനുമായിട്ട് സെയിം ഷെയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. മിറേഴ്സ് നമുക്ക് റൗണ്ട് മിറേഴ്സ് ആണ് വരുന്നതിൻ്റെ ആവറേജ് വ്യൂ എന്നേ ഉള്ളൂ, വലിയൊരു അടിപൊളി വ്യൂ ഒന്നും തരുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്കത് ഈസിലി അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഒരു സംഭവം കൂടെയാണ്. അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ പീസ് സീറ്റാണ്. ഇതിലും നിങ്ങൾക്ക് അപ് ടു 20 mm വരെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കൂട്ടാനൊക്കെയുള്ള ഓപ്ഷണൽ അഡീഷണൽ സീറ്റും ഒക്കെ റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ കുറച്ച് ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ഇരിക്കണമെന്ന് ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് സ്വാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 810 mm വരെയൊക്കെ നിങ്ങൾക്ക് സീറ്റ് ഹൈറ്റ് ഈ ഒരു വാഹനത്തിൽ കൂടി കിട്ടും. 800 mm കൂടി കിട്ടും. അത് അത്യാവശ്യം നല്ലൊരു ചേഞ്ച് തന്നെയാണ്. നിങ്ങൾക്കത് ഓടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഫീൽ ചെയ്യും. ഇനി ഫൈനലി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 3,16,000 മുതൽ 3,28,000 വരെയാണ് ഓൺ റോഡ് തിരുവല്ല പ്രൈസ് വരുന്നത്. എക്സാക്ട് പ്രൈസ് ഫിഗേഴ്സ് ആൻഡ് EMI ഡീറ്റെയിൽസ്, ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെൻറ്റ് മേരീസ് തിരുവല്ല കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് മുതൽ ടോപ്പ് വേരിയൻറ്റ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒരു ബേസ് കളർ എന്ന് പറയുന്ന ഒരു സിൽവർ കളറാണ്, അതാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. പിന്നീട് വരുന്നതാണ് ഈ ഒരു മിഡിൽ വേരിയൻറ്റ്, ഇതിനോടൊപ്പം ഒരു കളറോട് അവൈലബിൾ ആണ്. ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് 2 കളേഴ്സ് അവൈലബിൾ ആണ്. വളരെ ഫങ്കി കളേഴ്സിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എനിക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നി. എസ്പെഷ്യലി ഒരു ഗോൾഡ് പ്ലസ് റെഡ് ആണെന്നുണ്ടെങ്കിലും ഒരു വയലറ്റ് പ്ലസ് ബ്ലാക്ക്, അതുപോലെ തന്നെ എന്താ പറയുക ഒരു വൈറ്റ് പ്ലസ് ബ്ലൂ അല്ലെങ്കിൽ സിൽവർ പ്ലസ് ബ്ലൂ കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. നിങ്ങൾ വണ്ടി എവിടെ കൊണ്ട് വെച്ചാലും ആൾക്കാർ നോക്കും. നല്ല അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ഒരു കളർ സ്കീമും കാര്യങ്ങളൊക്കെയാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റിൽ കളറും അതുപോലെ തന്നെ മീറ്ററിലുള്ള വ്യത്യാസമുള്ളൂ, മിഡിലും കളറും മീറ്ററിലുള്ള വ്യത്യാസമുള്ളൂ. ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കളറിലുള്ള വ്യത്യാസം പ്ലസ് മീറ്റർ നമുക്ക് അൺലോക്ക് പ്ലസ് ഡിജിറ്റലാണ്. ഓൾറെഡി നമ്മൾ പഴയ ആ ഒരു കൺസോളാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ടും റോയൽ എൻഫീൽഡ് തിരുവല്ല കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെൻറ്റ് മേരീസ് മോട്ടോഴ്സ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൂടെ അവരെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് അറിയാൻ സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഗൊറില്ല 450യെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. വളരെ ഒരു ഷോർട്ട് ടൈം മാത്രമേ വാഹനത്തിനോടൊപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു ടൈം പീരീഡിൽ ഈ വാഹനം ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതും. സോ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മളത് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും പറയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എസ്പെഷ്യലി ഓൾറെഡി ഈ ഒരു വാഹനം ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിലാം. അതിനി ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളുടെയും കിടിലൻ ഫോട്ടോസും അടിപൊളി റീൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫോം കണ്ടൻസ് ആയിട്ട്. സോ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുമ്പോൾ